Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ് ആണിത്. ഇതൊരു നാടൻ ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയാട്ടോ. കാരണം ഇത് നമുക്ക് ഷാപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദാണ്. പിന്നെ ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ചെമ്മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി. ഇത് ഞാനൊരു 500 ഗ്രാം മേടിച്ചതാണ്. കഴുകി അതിൻ്റെ തോടും തൊണ്ടൊക്കെ കളഞ്ഞു വന്നപ്പോഴത്തേക്കും നമുക്കതൊരു ഏകദേശം ഒരു 200 ഗ്രാമോളമായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ചെമ്മീൻ കുറച്ച് വലിയ ചെമ്മീനുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെമ്മീനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആണ് നമുക്ക് പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കുരുമുളക് പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്പൈസി ആണെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. നമുക്കെന്നാൽ പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കും ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കുകയാണ്. കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് ഈ ഒരു മസാലയൊക്കെ ഒന്ന് ഈ ഒരു ചെമ്മീനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മസാലയുടെ ഒക്കെ. നമുക്കിനി ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ചേർക്കുന്നത് ഇതുപോലത്തെ കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഒന്ന് ചേർക്കാം. വറുക്കുന്ന എണ്ണയിൽ കുരുമുളക് അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്തൊരു പ്രത്യേക സ്വാദ് ഉണ്ടാവും. പക്ഷേ ഞാനിന്നിവിടെ കറിവേപ്പില ചേർക്കുന്നില്ല. കാരണം കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഉള്ള കറിവേപ്പില ഇച്ചിരി കരിഞ്ഞത് ാണ് അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾ ചേർക്കുമ്പോൾ കറിവേപ്പിലും കൂടെ നമുക്കൊന്ന് കീറിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിവേപ്പില അതുപോലെ തന്നെ ഈ കുരുമുളകൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഈ എണ്ണയിൽ ഇറങ്ങിയിട്ട് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒത്തിരി നമുക്കൊരു 80-85% ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ക്രിസ്പി ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മളിനി ഇത് മസാലയിലിട്ട് ഒന്നും കൂടെ ഒക്കെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ എല്ലാ ചെമ്മീനുകളും ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു കളറ് നമുക്ക് കിട്ടും. നമ്മൾ ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു റെഡിഷ് കളറായിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു ഗോൾഡൻ റെഡിഷ് എന്നൊക്കെ പറയത്തില്ല, ആ ഒരു കളറ്. അപ്പോൾ ഇനി ഞാൻ ചെമ്മീന് ഇതൊന്ന് വറുത്ത് കോരിയെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന മസാലകൾ റെഡിയാക്കണം. ആ മസാലകളൊക്കെ നമ്മൾ റെഡിയാക്കുന്നത് ഈ എണ്ണയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ വറുക്കാനായിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള മസാലകൾ നമുക്ക് ഉണ്ടാക്കാം. അത് നല്ലൊരു സ്വാദാണ്. ഇതിനകത്തുള്ള കുരുമുളകിൻ്റെ ഫ്ലേവറും അതുപോലെ നമ്മുടെ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ചെമ്മീൻ്റെ മസാലയുടെ ഫ്ലേവറൊക്കെ ഈ എണ്ണയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക രുചിയാണ് കൊടുക്കുക. അങ്ങനത്തെ കൊച്ചു ടിപ്പുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ എണ്ണ നല്ല ചൂടുള്ള എണ്ണയാണ്. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് കീറിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ല ചൂടോട് കൂടെയുള്ള എണ്ണയിൽ വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ എണ്ണയ്ക്ക്. ഇനി ഇതിനകത്തോട്ട് ഞാനിവിടെ ഒരു സവോള, നല്ല വലിപ്പമുള്ള ഒരു സവോളയാണ് ചേർത്തിരിക്കുന്നത്. ഈ പറഞ്ഞ 200 ഗ്രാമോളം ഉള്ള നമ്മുടെ ചെമ്മീനിന്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ചെമ്മീനകത്ത് ചേർത്തിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇതുപോലത്തെ ചെമ്മീനുകൾ അതുപോലെ ഇറച്ചിക്കൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദ് കിട്ടും. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചെമ്മീനും ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമുക്ക് ഇതിനകത്തും ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ സവോള പെട്ടെന്ന് നല്ലതുപോലെ ഒന്ന് വഴഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി സവോള ഈ ഒരു പരുവാകുന്ന വരെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്ന ഒരു പരുവം അത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. നല്ലതുപോലെ ഒന്ന്
പതുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് അത്യാവശ്യം വേണ്ടുന്ന മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മാത്രം ചേർത്താൽ മതി. നമ്മൾ ഈ ചേർത്ത മസാലകളൊക്കെ അധികവും നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തതാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് അടുത്തത് 1/4 ടീസ്പൂണോളമുള്ള മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അത് കളറ് കിട്ടാനും അന്ന് വലിയ എരിവും കാണത്തില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി സാധാരണ മുളക് പൊടിയാണുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി അടുത്തത് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. അടുത്തത് ഗരം മസാല ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മസാലകളൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാലകളൊക്കെ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ അടി പിടിക്കും, അതുപോലെ പുകഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ മൂത്തൊരു മണം വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഒരു തക്കാളി, നമുക്കൊരു സവോളയാണ് എടുക്കുന്നതെങ്കിൽ തക്കാളിയാണ് ഞാനത് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റോളം 3-4 മിനിറ്റ് അത്രയും വേണമെന്നില്ല, നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു, ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഉടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. സവോളയാണെന്നുണ്ടെങ്കിലും തക്കാളി ആണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനിപ്പം ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനുകളെല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചെമ്മീൻ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. ഒരു 80% ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒത്തിരി ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ റബ്ബർ പോലെ ഇരിക്കും കുറച്ച് നേരം ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും. നമുക്കെപ്പോഴും ചെമ്മീൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതല്ലേ കഴിക്കാനും ഒക്കെ രുചിയുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും വേവിൽ ഉണ്ടായിരുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ചെമ്മീൻ കൂടെ നമ്മൾ വറുത്ത ചെമ്മീനും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് ഞാൻ മൂടിയൊന്നും വെക്കുന്നില്ല കേട്ടോ. ഞാനിനി അങ്ങനെ തന്നെ തുറന്നിട്ട് തന്നെയാണ് ചെറുതായിട്ടൊന്ന് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് എങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരും. എന്നാൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കത്തുമില്ല. നമുക്ക് ഇച്ചിരി ഒരു ഗ്രേവി പോലെയും എന്നാൽ ഇച്ചിരി ഒരു അത്യാവശ്യമൊക്കെ ഒരു ഡ്രൈനെസ്സും നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് അത്രേ എടുത്തിട്ടുള്ളൂ. നമുക്കിത് എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിൽ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പോ അങ്ങനെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇനി കുരുമുളക് പൊടി കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഇച്ചിരി കുരുമുളക് പൊടി മേലെ ഒന്ന് വെതറി കൊടുക്കാം. അല്ലെങ്കിൽ ഗരം മസാല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗരം മസാല തൂവി കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്കിത് കള്ള് ഷാപ്പിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു റെസിപ്പി നമുക്ക് കിട്ടുക. നമുക്ക് വീട്ടിലും ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നമുക്ക് ചെമ്മീൻ പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു ഫ്രൈ ചെയ്ത് വേറൊരു രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ തക്കാളി പേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിനി തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടാണെങ്കിൽ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ എണ്ണ നമ്മൾ ഒഴിച്ച് പച്ചമുളക് ഇടുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് എണ്ണ ഒന്ന് അതിനകത്ത് വറുത്തൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു കറി ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദായിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.